ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രെഡും നേന്ത്രപ്പഴവും നാളികേരമൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോയിട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ നേന്ത്രപ്പഴമാണ്, അപ്പോൾ നേന്ത്രപ്പഴം ചെറുതായി കാരണം ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ പീസുകളാക്കി നുറുക്കിയിട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ടേ, അരച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നുകൂടി പീസുകളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പിന് അരയ്ക്കാൻ വലിയ 2 ട്രിപ്പിന് ഇട്ടാന്നിട്ടാവും. ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ 2 ചെറിയ പഴയ കാരണം ആദ്യം 2 ഇട്ട് കൊടുക്കും കേട്ടോ. 4 ഒന്നിച്ചിടണല്ലേ പഴം. 2 ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു അതിലേക്കിട്ടോ. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ നമുക്ക് ഈ മുട്ടയൊക്കെ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. അതിനൊരു 1/4 ടീസ്പൂൺ പകുതിയിട്ടാണ് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്തു. പിന്നെ നമ്മൾ പാലിലാണ് ഇട്ട് അരച്ചെടുക്കുന്നത്, വെള്ളം ചേർക്കണില്ല. അപ്പോൾ ഒരു 3/4 കപ്പോളം പാല് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. ആദ്യം ഒഴിച്ചിട്ടൊന്ന് നോക്കി നോക്കട്ടോ പാല് മതിയോ എന്നുള്ള അരയോ എന്നുള്ളത്. അപ്പോൾ പാലിന് അടിയിൽ നിന്ന് ഇങ്ങോട്ട് കാണാനില്ല. അപ്പോൾ കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു കപ്പിൻ്റെ 3/4 ഭാഗത്തോളം പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മുറി ചേരി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ അരമുറിയിലധികം നാളികേരം നമ്മൾ ചേർത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം പാൽപ്പൊടി ചേർത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായ ഒരു 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിൻ്റെ മണത്തിന്. എല്ലാം കൂടി കൊണ്ടുപോയി അരച്ചത് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുക. പിന്നെ അതിൽ പഞ്ചസാര ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ. പഞ്ചസാര വേറെ പൊടിച്ച് ചേർക്കുക ചെയ്തത് കേട്ടോ. എല്ലാം കൂടി നന്നായി മിക്സാക്കി ഇളക്കി മാവിൻ്റെ പരുവം കറക്റ്റാണോ നോക്കട്ടോ. ഇളക്കിയിട്ട് ഇപ്പോൾ ഈ പരുവം വേണ്ട നമുക്ക്. അധികം കട്ടിയാവാനും പാടില്ല, വല്ലാണ്ട് വെള്ളം പോലെ ഇരിക്കാനും പാടില്ല. അപ്പോൾ വേവാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല പാകമായിരുന്നു. അപ്പോൾ അത് മാവ് കലക്കി മാറ്റി വെച്ചു. ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് അതിൻ്റെ അധികം അങ്ങനെ ചുവപ്പ് കളർ കയറണ്ട. അപ്പോൾ നമുക്കത് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അത് ഞാൻ ഒരു 10-20 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വീർത്ത് ഒരു പുളുങ്ങിയാകും പോലെ വീർത്ത് പൊന്തി വന്നിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാം, നെയ്യിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അതും റോസ്റ്റ് ആയി കിട്ടി. ഇനി നമ്മൾ ഈ സദ്യക്കൊക്കെ കൊണ്ടുവരുന്ന ഗ്ലാസ് ഇല്ലേ, ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ്, അതിൽ ചെറിയ ഗ്ലാസ് ഇല്ലേ, നമ്മൾ വെള്ളം കുടിക്കാനോ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് തന്നെ കേട്ടോ. പായസം വിളമ്പാനൊക്കെ അങ്ങനത്തെ ഗ്ലാസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ഗ്ലാസ്സിൽ കുറച്ച് നെയ്യൊക്കെ പറ്റിയിട്ട് വേഗം പോരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഇത്തിരി നെയ്യൊക്കെ ബ്രഷ് കൊണ്ടൊന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 3/4 ഭാഗത്തോളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടാണ്. ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അത് പൊന്തുമ്പോഴേ, അല്ലെങ്കിൽ ചിലത് പഴമൊക്കെ ഉള്ള കാരണം വല്ലാണ്ട് ഇങ്ങോട്ട് പൊന്തൊന്നുമില്ല. നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള കാരണം അത്ര അങ്ങോട്ട് മറ്റുള്ള ഇതിൻ്റെ എന്തെങ്കിലും പൊന്തില്ല കേട്ടോ. അപ്പോൾ അതിൽ എല്ലാ ഗ്ലാസ്സിലും ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ആവിയിലാണ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു വലിപ്പമുള്ള പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തട്ട് മറ്റേ സാധാരണ സ്റ്റാൻഡ് വെച്ചാൽ ഇരിക്കില്ല, ശരിക്കും പൊങ്ങി പോവും. അപ്പോൾ ഞാൻ ഇത്തിരി വലിപ്പമുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. ആ പാത്രം മറിയാതിരിക്കാനാണ് അതിൻ്റെ ഉള്ളിലത്തെ പാത്രത്തിലും വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. നമ്മളിനി അതിൻ്റെ മുകളിൽ ഒരു കിണ്ണത്തിലാണ് നമ്മൾ ഈ കപ്പുകൾ വെക്കുന്നത്. കാരണം ഭാരം വരുമ്പോൾ അടിയിലത്തെ പ്ലേറ്റ് മറിയണേന് അതിൽ വെള്ളം വെച്ചെടുക്കണം കേട്ടോ. അതിന് നമുക്ക് ആ കിണ്ണത്തിൽ ഈ നിറച്ച് വെച്ച കപ്പുകളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആവിയിൽ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. മൂടി കൊണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം വേണ്ടി വന്നു കേട്ടോ എനിക്ക് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാ പ്ലേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കപ്പും വെച്ച് നമ്മളിതുപോലെ ഒരു നല്ല കറക്റ്റായിരിക്കണം മൂടി വെച്ചു കേട്ടോ. ഇനി നമുക്കൊരു കത്തിച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ വെന്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കപ്പുകളും എടുത്ത് മാറ്റിയത് ഇന്ന്. ആ വീഡിയോ കട്ടായി പോയിട്ടോ. അത് ശരിക്കും ഇതിൽ കിട്ടിയില്ല, എടുക്കണ വീഡിയോ കേട്ടോ വെന്തിട്ട്. ഇപ്പോൾ അതേ ഞാൻ ചൂടാറിപ്പോൾ പൊളിക്കണത് വീഡിയോ ഉള്ളൂ കേട്ടോ. അതിന് ഞാൻ കളി കാണിക്കുന്നത്. അപ്പോൾ ആ കപ്പ് പൊളിച്ചെടുക്കുമ്പോൾ കണ്ട നല്ല സോഫ്റ്റായിട്ട് നല്ല തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പഞ്ഞി പോലത്തെ അപ്പായം പോലെ അതിൻ്റെ കേട്ടോ. പിന്നെ നമ്മളിതിൽ മുട്ടയും ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കണം. നല്ല കട്ടി കുറഞ്ഞ ബ്രെഡൊക്കെ നല്ല കട്ടി കുറഞ്ഞതല്ലേ, അപ്പോൾ പൊടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ പായിൽ പിന്നെ നേന്ത്രപ്പഴമൊക്കെ അല്ലേ, കാരണം നല്ലൊരു പഞ്ഞിയപ്പാണ് കേട്ടോ. ശരിക്കും കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കപ്പിൽ കാണുമ്പോൾ തന്നെ അവരെടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നേന്ത്രപ്പഴം കഴിക്കാത്ത ബ്രെഡ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാ കപ്പും ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ.
കണ്ടോ, കാണുമ്പോൾ എന്ത് ചന്ത തന്നെ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താട്ടോ. പുതുതായി എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.